ഹരി ഓം. നാഗപത്നിമാർ ഭഗവാനെ സ്തുതിക്കുന്നത് കേൾക്കൂ. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനേ ഭൂതാവാസായ ഭൂതായ പരായ പരമാത്മനേ ജ്ഞാനവിജ്ഞാനനിധയേ ബ്രഹ്മണേ അനന്തശക്തയേ അഗുണായ അവികാരായ നമസ്തേ പ്രാകൃതായ ച. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 56. കാളിയ ഗർവശമനവും ഭഗവദനുഗ്രഹവും. വൃത്തം ദ്രുതവിളംബിതം. ശ്ലോകം 1. രുചിരകമ്പിതകുണ്ടലമണ്ഡലക സുചിരമീശനനർത്തിധവന്നഗേ അമരതാഡിതദുന്ദുഭിസുന്ദരം വിയതി ഗായതി ദൈവതയൗവതേ. ഒരിക്കൽ കൂടി. രുചിരകമ്പിതകുണ്ടലമണ്ഡലക സുചിരമീശനനർത്തിധവന്നഗേ അമരതാഡിതദുന്ദുഭിസുന്ദരം വിയതി ഗായതി ദൈവതയൗവതേ. രുചിര മനോഹരമായ, കമ്പിത കുണ്ടല മണ്ഡല ഇളകിയാടുന്ന കർണാഭരണങ്ങളോടെ, സുചിരം ചിരനേരം വളരെ നേരം, ഈശ ഹേ ഈശ്വര ദേവ ശ്രീ ഗുരുവായൂരപ്പ, നർത്തിത പന്നഘേ പന്നകത്തിനുമേൽ നന്നായി നൃത്തം ചെയ്തു, അമരതാഡിത ദേവന്മാരാൽ മുഴക്കുന്ന, ദുന്ദുബി സുന്ദരം സുന്ദരമായ ദുന്ദുബി ഘോഷത്തോടെ, വിയതി ആകാശത്തിൽ, ഗായതി ഗാനം ആലപിക്കുമ്പോൾ, ദൈവത ദേവന്മാരുടെ, യൗവതേ യുവതിമാർ. ഈ ശ്ലോകാർത്ഥം: ആകാശത്ത് ദേവന്മാർ മുഴക്കുന്ന ദുന്ദുബി ഘോഷത്തിനനുസൃതമായി ദേവയുവതീ സമൂഹം മനോജ്ഞമായി ഗാനമാലപിച്ചുകൊണ്ടിരിക്കെ, ഹേ ജഗദീശ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങ് ഇളകിയാടുന്ന കർണകുണ്ടലങ്ങളുടെ കാന്തിയെ സ്ഫുരിപ്പിച്ചുകൊണ്ട് ആ പന്നകത്തിന്റെ പുറത്ത് വളരെ നേരം നൃത്തം ചെയ്തു. അഹങ്കാരിയായ കാളിയന്റെ ശിരസുകൾക്ക് മുകളിൽ നിന്ന് ക്രീഡിക്കാൻ ഭാവിച്ചിരിക്കുന്ന ഭഗവാന്റെ സന്നിധാനത്തിൽ ആകാശത്തിൽ ഗന്ധർവാദികൾ വാദ്യകലകളോടുകൂടി പരമപ്രീതിയുക്തരായി എത്തി. മൃദംഗം, പണവം, ആനകം, ദുന്ദുബി ആദ്യ വാദ്യഘോഷങ്ങളെ അവർ പൊഴിച്ചു. ഗന്ധർവന്മാർ മനോഹരമായി പാടി, ദേവന്മാരും ദേവസ്ത്രീകളും ആടുകയും പാടുകയും പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു. ഭഗവാനാകട്ടെ താളലയത്തോടെ കാളിയന്റെ ദുരഹങ്കാരത്തെ ശമിപ്പിക്കാൻ ആ പന്നകങ്ങളിൽ കഠോരമായി ചവിട്ടിമർദ്ദിച്ചു. ഭഗവാന്റെ കർണകുണ്ടലങ്ങൾ ഇളകിയാടുമ്പോഴത്തെ മനോജ്ഞ കാന്തി പരിസരത്തിലാകെ പരിലസിച്ച് ശോഭിച്ചു. ശ്ലോകം 2. നമദീയത്യതമുഷ്യ ശിരോഹരേ പരിവിഹായ തദുന്നതമുന്നതം പരിമഥൻ പദപങ്കരുകാചിരം വ്യഘരതാകരതാളമനോഹരം. ഒരിക്കൽ കൂടി. നമദീയത്യതമുഷ്യ ശിരോഹരേ പരിവിഹായ തദുന്നതമുന്നതം പരിമഥൻ പദപങ്കരുകാചിരം വ്യഘരതാകരതാളമനോഹരം. നമതി നമിക്കുന്ന, താഴുന്ന,
യദ്യത് യത് യത് ഏതൊന്ന് അമൂക്ഷ്യ ശിരോ ഇവന്റെ ശിരസ് ഫണം ഹരിയേ ആർത്തഹാരിയായ ഹേ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ പരിവിഹായ ഉപേക്ഷിച്ചിട്ട് തത് അതിനെ ഉന്നതം ഉന്നതം ഉയർന്നതിനെ ഉയർന്നതിനെ പരിമഥൻ ചവിട്ടിമെതിച്ച് പദ പങ്കരുഹ പാദപത്മത്താൽ ചിരം വളരെ നേരം ബഹരത വിഹരിച്ചു കര താളമനോഹരം കൈക്കൊണ്ട് മനോഹരമായി താളം പിടിച്ചുകൊണ്ട്. ശ്ലോകാർത്ഥം ഹേ ഹരേ ശ്രീകൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ ഈ കാളിയന്റെ ഏതേതു ശിരസ് നമിക്കുന്നുവോ അതിനെ ഉപേക്ഷിച്ച് ഏതേത് ശിരസുകൾ പൊങ്ങി വരുന്നുവോ അവയെ അങ്ങയുടെ പാദപത്മങ്ങളാൽ പരിമഥനം ചെയ്ത് കൈകളുടെ താളവിസ്മയത്താൽ അങ്ങ് വളരെ നേരം താണ്ഡവമാടി. അഹങ്കാരവും അധർമ്മവും എപ്പോഴൊക്കെ തലപ്പൊക്കുന്നുവോ അപ്പോഴെല്ലാം അവിടെയെല്ലാം ഭഗവാന്റെ കരപാദ പത്മങ്ങൾ ഉയരുന്നു. ശ്ലോകം 3. त्वदवभग्नविभुग्नफणागणे गलितशोणितशोणितपादसी फणिपतौ अवसीदधि सन्नताः तदबलास्तव माधव पादयोः. ഒരിക്കൽ കൂടി. त्वदवभग्नविभुग्नफणागणे गलितशोणितशोणितपादसी फणिपदौ अवसीदधि सन्नताः तदबलास्तव माधव पादयोः. ത്വദ് അങ്ങയാൽ അവഭഗ്ന മർദ്ദിക്കപ്പെട്ട് വിഭുഗ്ന ചതയപ്പെട്ട ഫണാഗണേ ഫണങ്ങളോടുകൂടിയ ശിരസുകളോടുകൂടിയ ഗളിത ഛർദിതമായ ഛർദിക്കപ്പെട്ട ശോണിതം രക്തം കൊണ്ട് ശോണിത രക്തവർണമയമായ പതസി ജലത്തിൽ ഫണിപഥൗ ഫണിരാജൻ ആ നാഗരാജൻ അവസീദധി ക്ഷീണിച്ച് തളരവേ സന്നധ സത് പ്ലസ് നഥ സത്നഥ സാധരം നമിച്ചവരായി നമസ്കരിച്ചവരായി തത് അവന്റെ അബലകൾ പത്നിമാർ തവ മാധവ പാദയോ ഹേ മാധവ അങ്ങയുടെ പാദങ്ങളിൽ. മാധവൻ ലക്ഷ്മീപതി മാ ലക്ഷ്മി ദേവി ധവൻ ധരിക്കുന്നവൻ ലക്ഷ്മി ദേവിയെ തന്റെ ഉരസിൽ ധരിക്കുന്നവനാണ് മാധവൻ മായാധിപതി. ശ്ലോകാർത്ഥം ഹേ മാധവ ലക്ഷ്മീപതിയായ ശ്രീ ഗുരുവായൂരപ്പ അങ്ങയാൽ മർദ്ദിക്കപ്പെട്ട് ചതഞ്ഞ് താഴ്ന്ന ഫണങ്ങളോടുകൂടി രക്തം ഛർദിച്ച് കാളിന്ദി നദിയിലെ ജലത്തെ രക്തവർണമാക്കിയ ആ നാഗരാജാവ് ക്ഷീണിതനായി കണ്ടപ്പോൾ അവന്റെ പത്നിമാർ അങ്ങയുടെ പാതാരവിന്ദങ്ങളെ നമസ്കരിച്ചു. ആ കാളിയൻ തളർന്നവശനായപ്പോൾ മറ്റ് ശരണമൊന്നുമില്ലാതെ ഭഗവാനെ സ്മരിച്ചു. ഭഗവത് സ്മരണ അറിഞ്ഞ കൃഷ്ണൻ താണ്ഡവം നിർത്തി അവന്റെ വക്രത്തിൽ നിന്നും ഫണങ്ങളിൽ നിന്നും വമിച്ച രക്തം ആ നദീജലത്തെ ആകെ രക്താഭമാക്കിയിരുന്നു. അവന്റെ ഫണങ്ങളിലെ രത്നമണികളുടെ പ്രകാശം ഭഗവാന്റെ തുടുത്ത പാതാരവിന്ദങ്ങളെ ശോഭായമാക്കി. ഭർത്തൃ സംരക്ഷണത്തിനായി പിന്നെ ആ നാഗപത്നിമാർ ഭഗവാനെ നമിച്ച് സ്തുതിച്ചു. ഭാഗവതം ദശമസ്കന്ധം അധ്യായം 16 ശ്ലോകം 33 മുതൽ 52 വരെയുള്ള നാഗപത്നി സ്തുതി സ്മരിക്കാം. ശ്ലോകം 4. അയി പുരൈവ ചിരായ പരിശ്രുത ത്വദനുഭാവ വിലീന കൃതോഹിത മുനിഭിരപ്യനവാപ്യ പഥൈസ്തവൈഃ
നുനുപുരീശഭബന്ധമയന്ത്രിതം. ഒരിക്കൽ കൂടി. അയി പുരൈവ ചിരായ പരിശ്രുത ത്വദനുഭാവ വിലീന കൃതോഹിത മുനിഭിരപ്യനവാപ്യ പഥൈസ്തവൈകി നുനുപുരീശഭബന്ധമയന്ത്രിതം. അയി ഹേ അല്ലയോ, പുരൈവ പുരാ പ്ലസ് ഏവ പുരൈവ, ചിരായ ചിരം കാലം ആയി, വളരെ കാലമായി, പരിശ്രുത വ്യക്തമായി ശ്രുതമായ കേൾക്കപ്പെട്ട, ത്വദ് അങ്ങയുടെ, അനുഭാവ മാഹാത്മ്യത്തിന്, വിലീന ഹൃദോ ലീനമായ മനസ്സുള്ള, ഹി താ അവർ ആകട്ടെ, ആ നാഗപത്നികളാകട്ടെ, മുനിബിർ അഭി മുനികൾക്ക് പോലും, അനവാപ്യ പഥൈ പ്രാപിക്കാൻ കഴിയാത്ത മാർഗത്തോടുകൂടിയ, സ്തവൈ സ്തുതികളാൽ, നുനുവുർ ഈശ ഹേ ഈശ ഭഗവാനെ അങ്ങയെ സ്തുതിച്ചു, ഭവന്തം അങ്ങയെ, അയന്ത്രിതം തുടർച്ചയായി അനർഘളമായി. ശ്ലോകാർത്ഥം. അലയോ ജഗദീശ, ശ്രീ ഗുരുവായൂരപ്പ, മുമ്പ് തന്നെ അങ്ങയുടെ മാഹാത്മ്യത്തിൽ ലീനഹൃദയരായിരുന്ന ആ നാഗപത്നിമാർ മുനിമാർക്ക് പോലും പ്രാപിക്കാൻ കഴിയാത്ത അങ്ങയുടെ നിഷ്കള ബ്രഹ്മരൂപത്തെ കീർത്തിക്കുന്ന സ്തോത്രങ്ങളെ കൊണ്ട് അങ്ങയെ അനർഘളമായി സ്തുതിച്ചു. ശ്ലോകം 5. ഫണിവധൂഗണഭക്തിവിലോകന പ്രവികസത്കരുണാകുലചേതസാ ഫണിപതിർഭവദാച്യുതജീവിതഃ ത്വയി സമർപ്പിതമൂർത്തിരവാനമദ്. ഫണി വധൂഗണ നാഗപത്നി സമൂഹത്തിന്റെ ഭക്തിവിലോകന ഭക്തി കണ്ടിട്ട്, നിർവാച്യമായ ഭക്തിയെ ദർശിച്ചിട്ട്, പ്രവികസത് അതിവികസിതമായ വർദ്ധിച്ചതായ, കരുണാകുല ചേതസ കരുണ കൊണ്ട് ആകുലമായ ഹൃദയത്തോടെ, ഫണിപതിർ ആ നാഗരാജൻ, ഭവത അങ്ങയാൽ, അച്യുത ഹേ ച്യുതിയൊട്ടുമില്ലാത്ത നാശമൊന്നുമില്ലാത്ത ഭഗവാനെ, ജീവിത ജീവൻ തിരിച്ചു കിട്ടിയവനായ, ത്വയി അങ്ങയിൽ, സമർപ്പിതമൂർത്തിർ സ്വശരീരത്തെ സമർപ്പിച്ച്, അവ നമത് നമിച്ചു പ്രണാമമർപ്പിച്ചു. ശ്ലോകാർത്ഥം. ഹേ അച്യുത, സർവശക്തനായ ശ്രീ ഗുരുവായൂരപ്പ, നാഗപത്നിമാരുടെ ഭക്തി കണ്ട് സ്ഫീതമായ കരുണയാൽ തുടിക്കുന്ന ഹൃദയത്തോടുകൂടിയ അങ്ങയാൽ, ശ്രീകൃഷ്ണാൽ ജീവൻ തിരികെ ലഭിച്ച ആ നാഗേന്ദ്രൻ അങ്ങയിൽ തന്നെ ദേഹാർപ്പണം ചെയ്ത് സാഷ്ടാംഗം പ്രണാമം ചെയ്തു. സ്വശരീരാഭിമാനമാണ് എല്ലാ ദുസ്തുതികൾക്കും നിദാനം. ആ ശരീരത്തെ തന്നെ ഭഗവാന് പൂജാദ്രവ്യമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഭഗവാന് വസിക്കാനുള്ള ക്ഷേത്രം മാത്രമാണ്. ത്രായതേ ഇതി ക്ഷേത്ര എന്നാണല്ലോ പണ്ഡിതമതം. കാളിയൻ ചെയ്തത് തന്റെ ശരീരത്തെ തന്നെ ഭഗവാന് പൂജാപുഷ്പമായി സമർപ്പിക്കുകയാണ്. ശ്ലോകം 6. രമണകം വ്രജവാരിധിമധ്യഗം ഫണിരിപൂർണകരോതി വിരോധിതാം ഇതി ഭവത്വചനാന്യതിമാനയൻ ഫണിപതിർനിരഗാതുരഗൈ സമം. ഒരിക്കൽ കൂടി. രമണകം വ്രജവാരിധിമധ്യഗം ഫണിരിപൂർണകരോതി വിരോധിതാം ഇതി ഭവത്വചനാന്യതിമാനയൻ ഫണിപതിർനിരഗാതുരഗൈ സമം. രമണകം വ്രജ, രമണകം എന്ന സ്ഥലത്തെ വരിക്കുക. വാരിധി മധ്യകം, സമുദ്ര മധ്യത്തിലുള്ള, ഫണിരിപു സർപ്പശത്രു അതായത് ഗരുഡൻ,
ന കരോതി വിരോധിതാം, വിരോധത്തെ ചെയ്യുകയില്ല, നിന്നെ ഉപദ്രവിക്കുകയില്ല. ഇതി ഭവത്, ഇപ്രകാരമുള്ള ഭഗവാന്റെ വചനാത് അതിമാനയൻ, വചനത്തെ അതിയായി മാനിച്ച് ബഹുമാനിച്ച് വിശ്വസിച്ച്, ഫണിപതിർ നാഗാധിപൻ നിരഘാത് പോയി, ഉരകൈ സമം മറ്റ് സർപ്പങ്ങളോട് ഒത്ത്. ശ്ലോകാർത്ഥം: സമുദ്രമധ്യത്തിലുള്ള രമണകം എന്ന സ്ഥലത്തിലേക്ക് പോകുക. ഗരുഡൻ നിനക്ക് ഒരു ഉപദ്രവവും ചെയ്യുകയില്ല എന്നിങ്ങനെയുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വാക്കുകളെ തലകുനിച്ചാദരിച്ചുകൊണ്ട് കാളിയൻ മറ്റു സർപ്പങ്ങളോടുകൂടി ആ കാളിന്തി നദിയിൽ നിന്ന് പോയി. അനേക ജീവജാലങ്ങളുടെ അധിവാസ സ്ഥലമായ ആ കാളിന്തി തീരം വിട്ട് സ്വസ്ഥവും സുരക്ഷിതവുമായ രമണക ദ്വീപിലേക്ക് വാസസ്ഥാനം മാറ്റാനാണ് ഭഗവാൻ കാളിയനോട് നിർദ്ദേശിച്ചത്. സൗബരി മഹർഷിയുടെ ശാപം മൂലം കാളിന്തി നദിയിലേക്ക് ഗരുഡന് പ്രവേശനം നിഷിദ്ധമായതിനാലാണ് കാളിയൻ സുരക്ഷിതമായ കാളിന്തി നദിയിൽ താമസമുറപ്പിച്ചത്. ഗരുഡന്റെ ജീവനാവകാശമാണ് മീനുകളെ ഭക്ഷിക്കുക എന്നത്. അത് നിഷേധിക്കുക മൂലം സൗഭര മഹർഷിയുടെ തപോശക്തി തന്നെ ക്ഷയിച്ചുപോയത്രേ. മീനുകളെ സംരക്ഷിക്കാൻ മഹർഷി നൽകിയ ശാപം കാളിന്തി നദീതീരത്തെ ആകെ വിഷാഗ്നിയിൽ എരിയിപ്പിച്ചു. ജീവജാലങ്ങൾക്കൊക്കെ കെടുതിയും വന്നു. രമണകദ്വീപിലും കാളിയൻ ഗരുഡനെ ഭയക്കേണ്ടതില്ലെന്ന് ഭഗവാൻ ഉറപ്പു നൽകുന്നു. എന്തെന്നാൽ എന്റെ കാലടികളിലുള്ള വജ്ര അങ്കുശാദിരേഖകൾ നിന്റെ ശിരസിൽ പതിഞ്ഞിട്ടുണ്ട്. ഈ അടയാളം കണ്ടാൽ നീ എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് അവൻ അറിയും. അതിനാൽ നിന്നെ ഉപദ്രവിക്കുകയില്ല. ഇത് കേട്ട് സന്തുഷ്ടരായ കാളിയനും പത്നിമാരുമൊക്കെ അത്യാദരവോടെ ഭഗവാനെ പൂജിച്ചു. ശ്ലോകം 7. ഫണിവധൂജനദത്തമണിവ്രജ ജ്വലിതകാരദുകൂലവിഭൂഷിതഃ തടഗദൈ പ്രമദാശ്രുവിമിശ്രിതൈഃ സമഗധാ സ്വജനൈർദിവസാവധൗ. ഒരിക്കൽ കൂടി. ഫണിവധൂജനദത്തമണിവ്രജ ജ്വലിതകാരദുകൂലവിഭൂഷിതഃ തടഗദൈ പ്രമദാശ്രുവിമിശ്രിതൈഃ സമഗധാ സ്വജനൈർദിവസാവധൗ. ഫണി വധൂജന, നാഗസ്ത്രീകളാൽ ദത്തമായ സമ്മാനിക്കപ്പെട്ട, മണിവ്രജ ജ്വലിത, രത്നങ്ങളാലും വജ്രങ്ങളാലും ശോഭിതമായ, ഹാര ദുകൂല, ഹാരം പട്ടുവസ്ത്രം എന്നിവയാൽ, വിഭൂഷിതനായി അലങ്കരിക്കപ്പെട്ടവനായി, തടഗതൈ, തടത്തിൽ തീരത്തിൽ ഗതരായി നിൽക്കുന്ന, പ്രമദ അശ്രു, സന്തോഷാശ്രു, പ്രമദം എന്നാൽ ആനന്ദം, വിമിശ്രിതൈ, പൊഴിക്കുന്നവരായി, സമഗത, ഒരുമിച്ചു പോയി, സ്വജനൈ, സ്വജനങ്ങളോടൊത്ത്, ദിവസ അവധൗ, ദിവസം അവസാനിക്കാറായപ്പോൾ, സന്ധ്യ സമയമായപ്പോൾ. ശ്ലോകാർത്ഥം: നാഗപത്നിമാർ ഭക്തിപൂർവം അർപ്പിച്ച തിളങ്ങുന്ന രത്നങ്ങൾ, മുത്തുമാലകൾ, പട്ടുവസ്ത്രങ്ങൾ ഇവയാൽ അലങ്കരിക്കപ്പെട്ട ഭഗവാൻ ശ്രീകൃഷ്ണൻ കാളിന്തി തടത്തിൽ സന്തോഷാശ്രുപൊഴിച്ചുകൊണ്ട് നിന്നിരുന്ന സ്വജനാവലിയോടുകൂടി സന്ധ്യാസമയമായതോടെ അമ്പാടിയിലേക്ക് യാത്രയായി. നാഗപത്നിമാർ സമർപ്പിച്ച ഈ ശോഭന വസ്ത്രങ്ങൾ, മാലകൾ, രത്നങ്ങൾ, അതിശോഭയുള്ള ആഭരണങ്ങൾ, സുരഭിയായ ചന്ദനം, കുറിക്കൂട്ട്,
മനോജ്ഞമായ നീലത്താമര പൂമാല ഇവയെല്ലാം സങ്കല്പമാത്രയാൽ തന്നെ നാഗപത്നിമാർ സ്വായത്തമാക്കിയതാണത്രേ. കളിയൻ കാളിന്തി നദീതീരത്ത് നിന്ന് നീങ്ങിയതോടെ കാളിന്തിയിലെ ജലം സ്വച്ഛവും അമൃതം പോലെ സ്വാദിഷ്ടവുമായി ഭവിച്ചു. അമൃതാത്മകനായ ഭഗവാന്റെ സങ്കല്പം യമുനയെ അമൃതമയിയാക്കി മാറ്റി. ശ്ലോകം 8. നിശിപുനസ്തമസാ വ്രജമന്ദിരം വ്രജിതുമക്ഷമയേവ ജനോത്കരേ സ്വപതി തത്ര ഭവച്ചരണാശ്രയേ ദവകൃശാനുരരുന്ധസമന്ദദഃ. ഒരിക്കൽ കൂടി. നിശിപുനസ്തമസാ വ്രജമന്ദിരം വ്രജിതുമക്ഷമയേവ ജനോത്കരേ സ്വപതി തത്ര ഭവച്ചരണാശ്രയേ ദവകൃശാനുരരുന്ധസമന്ദദഃ. നിശി രാത്രിയിൽ, പുന പിന്നെ, തമസ തമസിനാൽ ഇരുട്ടു വ്യാപിച്ചിരുന്നതിനാൽ, വ്രജമന്ദിരം വ്രജത്തിലെ മന്ദിരം ഗോകുലത്തിലെ ഭവനം അമ്പാടി, വ്രജിതും വരിക്കുക പ്രാപിക്കുക എത്തിച്ചേരുക, അക്ഷമ അതിന് പ്രാപ്തരാകാതെ കഴിവില്ലാത്തവരായി, ഏവ ജനോൽക്കരേ ജനസമൂഹം തന്നെ, സ്വപതി ഉറങ്ങവേ, തത്ര ഭവച്ചരണാശ്രയേ അപ്പോൾ അങ്ങയുടെ ചരണങ്ങളെ ആശ്രയിച്ച്, ദവകൃശാനുർ ദവാഗ്നി കാട്ടുതീ, അരുന്ധത രോദിച്ചു പടർന്നു പിടിച്ചു, സമന്തത ചുറ്റിലും. ശ്ലോകാർത്ഥം. പിന്നെ അന്ന് ഇരുട്ടുകൊണ്ട് അമ്പാടിയിലേക്ക് പോകാൻ കഴിയാതെ ജനങ്ങൾ രാത്രിയിൽ അവിടെ തന്നെ അങ്ങയുടെ ചരണങ്ങളെ ആശ്രയിച്ച് കിടന്നുറങ്ങുമ്പോൾ കാട്ടുതീ ചുറ്റിലും പടർന്നു. ഗോപന്മാരും ഗോക്കളും വിശപ്പും ദാഹവും നിമിത്തവും ശ്രീകൃഷ്ണനുണ്ടായ ദുർദശ കണ്ട് വളരെ കരഞ്ഞും അതുമൂലമുണ്ടായ ക്ഷീണത്താൽ ആ രാത്രി യമുനാ നദീ തീരത്തു തന്നെ കഴിച്ചുകൂട്ടി. അർദ്ധരാത്രിയായപ്പോൾ വേനൽക്കാലം നിമിത്തം ശുഷ്കിച്ചിരുന്ന ആ വനത്തിൽ നിന്നുണ്ടായ അഗ്നി ഉറങ്ങിക്കിടന്നിരുന്ന വ്രജവാസികളെയും പശുക്കളെയും 4 ഭാഗത്തു നിന്നും വളഞ്ഞ് അവരെ ദഹിപ്പിക്കാനായി പുറപ്പെട്ടു. അവർ പരാക്രമശാലിയായ ഭഗവാനെ ശരണം പ്രാപിച്ചു. ഹേ കൃഷ്ണ കൃഷ്ണ, ഹേ പരാക്രമശാലിയായ രാമ, ഭക്തന്മാർക്ക് ഭാഗ്യം നൽകുന്ന സദാനന്ദ രൂപ, ഈ ഭയങ്കരനായ അഗ്നി ഞങ്ങളെ ഇതാ വിഴുങ്ങുന്നു. ഞങ്ങളെ വേഗം രക്ഷിക്കണമേ കൃഷ്ണ. അങ്ങയുടെ പാദകമലത്തെ വേറിട്ടു പോകാൻ ഞങ്ങൾക്ക് ശക്തിയില്ല എന്നിങ്ങനെ ആ ഗോപീഗോപന്മാർ ആർത്തു വിലപിച്ചു. ശ്ലോകം 9. പ്രബുധിതാനധ പാലയ പാലയേതി ഉദയദാർത്തരവാൻ പശുപാലകാൻ അവിദുമാശുപപാദമകാനലം കിമിക ചിത്രമയം ഖലു തേ മുഖം. ഒരിക്കൽ കൂടി. പ്രബുധിതാനധ പാലയ പാലയേതി ഉദയദാർത്തരവാൻ പശുപാലകാൻ അവിദുമാശുപപാദമകാനലം കിമിക ചിത്രമയം ഖലു തേ മുഖം. പ്രബുധിതാൻ അധ പിന്നെ ബോധം വന്ന അനന്തരം ഉണർന്ന, പാലയ പാലയ ഇതി രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന ഉദയത് ഉച്ചത്തിലുള്ള, ആർത്തരവാൻ ദുഃഖത്തോടുള്ള ശബ്ദത്താൽ ദീനാരവത്താൽ, പശുപാലകാൻ ആ ഗോപന്മാരെ, അവിതും രക്ഷിക്കാൻ, ആശു വേഗത്തിൽ, പപാദ പാനം ചെയ്തു, മഹാ അനലം
മഹാ അഗ്നിയെ. കിമിഹ ചിത്രം, ഇവിടെ എന്ത് ആശ്ചര്യമാണുള്ളത്? അയം ഖലുതേ മുഖം, ഈ അഗ്നി, അയം അങ്ങയുടെ മുഖം തന്നെയാണല്ലോ. ശ്ലോകാർത്ഥം. പിന്നെ ഭഗവാനെ കൃഷ്ണ, അങ്ങ് ഉണർന്ന് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ഉച്ചത്തിലുള്ള ആർത്ത് വിലപിക്കുന്ന ആ ഗോപന്മാരെ രക്ഷിക്കുന്നതിന് അങ്ങ് ആ കാട്ടുതീയിനെ സ്വയം പാനം ചെയ്തു കളഞ്ഞു. ഇവിടെ ഇതിന് എന്ത് ആശ്ചര്യമാണുള്ളത്? ഈ അഗ്നി ഭഗവാനെ അങ്ങയുടെ തിരുമുഖം തന്നെയാണല്ലോ. അപരിച്ഛിന്ന സ്വരൂപനായ ഭഗവാൻ സർവീശ്വരൻ സ്വജനങ്ങൾ ഈ വിധം ആർത്തരായി കണ്ടപ്പോൾ ആ അതികഠിനമായ കാലാഗ്നിയെ മുഴുവൻ പാനം ചെയ്തു കളഞ്ഞു. എല്ലാ ഭൂതങ്ങൾക്കും അവരവരുടെ ശക്തിയെ നൽകിയത് തന്നെ ഭഗവാനാണെന്നിരിക്കെ അഗ്നിയാദിഭൂതങ്ങളിൽ ഇരിക്കുന്ന ദാഹാദി സാമർഥ്യം ഭഗവത് മുഖത്തിൽ നിന്നും തന്നെ ലഭിച്ചതാണല്ലോ. ഭഗവാന്റെ മുഖം തന്നെ അഗ്നിയുടെ ഉൽപ്പത്തി സ്ഥാനമാകയാൽ ഭഗവാന്റെ തന്നെ മുഖാന്തർഭാഗത്ത് ആ അഗ്നി ലയിച്ചു ചേർന്നു. ശ്ലോകം 10. ശിഖിനി വർണ്ണതയേവ ഹി പീതതാ പരിലസത്യധുനാ ക്രിയയപ്യസൗ ഇതിനുദ പശുഭൈർമുദിതൈർവിഭോ ഹര ഹരേ ദുരിതൈ സഹമേ ഗദാൻ. ഒരിക്കൽ കൂടി. ശിഖിനി വർണ്ണതയേവ ഹി പീതതാ പരിലസത്യധുനാ ക്രിയയപ്യസൗ ഇതിനുദ പശുഭൈർമുദിതൈർവിഭോ ഹര ഹരേ ദുരിതൈ സഹമേ ഗദാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശിഖിനി അഗ്നിയിൽ, വർണ്ണത ഏവഹി വർണ്ണം കൊണ്ട് മാത്രമാണ്, പീതഥ പീതത്വം മഞ്ഞ നിറം, മഞ്ഞ നിറമുള്ള അവസ്ഥ, പരിലസതി പരിലസിക്കുന്നു ശോഭിക്കുന്നു, അധുന ഇപ്പോൾ, ക്രിയയാ അഭി ക്രിയ കൊണ്ടും പ്രവൃത്തി കൊണ്ടും പാനം ചെയ്യപ്പെട്ടതുകൊണ്ടും, അസൗ ഇത് ഈ പീതാവസ്ഥ, ഇതിനുദ ഇങ്ങനെ സ്തുതിക്കപ്പെട്ട, പശുഭൈർ പശുവരാൽ, മുദിതൈർ മുദിതരായി സന്തോഷചിത്തരായി, വിഭോ ഹേ സർവശക്തനായ ഭഗവാനേ ശ്രീ ഗുരുവായൂരപ്പ, ഹര ഹരിക്കേണമേ നശിപ്പിക്കേണമേ, ഹരേ ശ്രീഹരിയായ ശ്രീ ഗുരുവായൂരപ്പ, ദുരിതൈ സഹ ദുരിതങ്ങൾക്കൊപ്പം, മേ ഗദാൻ എന്റെ രോഗങ്ങളെയും. ശ്ലോകാർത്ഥം. അഗ്നിയിൽ പീതനിറം അഥവാ മഞ്ഞ നിറം ദൃഷ്ടിപ്രസിദ്ധമാണല്ലോ. എന്നാൽ ഇപ്പോൾ ഇത് അഗ്നിയെ പാനം ചെയ്യുക മൂലം, പീതം ചെയ്യുക മൂലം, ഭക്ഷിക്ക മൂലം ഇവിടെ ക്രിയ കൊണ്ടുകൂടി സ്ഫീതമായിരിക്കുന്നു. ഇപ്രകാരം ഗോപകന്മാരാൽ സ്തുതിക്കപ്പെട്ട ഹേ സർവേശ്വരനായ ശ്രീ ഗുരുവായൂരപ്പ, ദുരിതങ്ങളോടൊപ്പം അങ്ങ് എന്റെ രോഗങ്ങളെയും നശിപ്പിക്കണമേ. അഗ്നിക്ക് പീതത്വം ഗുണവാചിയായ ദർശനാത്മകമായ ഒരർത്ഥം സാമാന്യമായി കൽപ്പിച്ചിരിക്കുന്നു. പിന്നെ ആ അഗ്നിയെ ഭഗവാൻ പാനം ചെയ്തപ്പോൾ പീതതമായ ഭക്ഷിക്കപ്പെട്ട എന്ന ക്രിയാപദത്തെയും കൽപ്പിക്കുന്നു. പദങ്ങളുടെ നാനാർത്ഥപ്രയോഗത്തിന്റെ ഭാവനാത്മകത എത്ര സുന്ദരമായി ആചാര്യൻ ഇവിടെ അവതരിപ്പിക്കുന്നു. കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹര ഹരേ ദുരിതൈ സഹമേ ഗദാൻ.